ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഈസി ആയിട്ടൊരു പുഡിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ടെക്സ്ചറിലുള്ള ഈസി ആയിട്ടുള്ളൊരു പുഡിംഗ്, അതും കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നേരിയ ടൈപ്പിലുള്ള സേമിയ എടുക്കുക. കുനാഫക്കൊക്കെ യൂസ് ചെയ്യൂലേ, അതുപോലത്തെ സേമിയ എടുക്കുക. ഇത് റോസ്റ്റഡ് ആയാലും റോസ്റ്റഡ് അല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിനെ ചെറുതായിട്ട് കട്ടാക്കി വെക്കുക. ഇങ്ങനെ കൈകൊണ്ട് തന്നെ പൊടിക്കുമ്പോൾ തന്നെ ചെറുതായി കട്ടായി കിട്ടിക്കോളും. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനൊരു 1/2 ലിറ്റർ പാലിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടൊരു 200 ഗ്രാംസ് സേമിയ എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് ആണെങ്കിൽ ചെറിയൊരു ബ്രൗൺ കളറിലുണ്ടാവും, റോസ്റ്റഡ് അല്ലെങ്കിൽ വൈറ്റ് കളറിലുണ്ടാവും. അത്രേ ഡിഫറൻസ് ഉള്ളൂ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു ഡിഫറൻസും വരില്ല. ഉണ്ടാക്കാനും നല്ല ഈസിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സ്വീറ്റ് ആൻഡ് ചില്ലായിട്ട് ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ സേമിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഗീയോ ബട്ടറോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ ഗീ ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് വറുത്ത് വെക്കുക. നട്ട്സൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലോട്ട് സേമിയ ആഡ് ചെയ്ത് കൊടുക്കുക. അത് റോസ്റ്റഡ് ആണെങ്കിലും റോസ്റ്റഡ് അല്ലെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ റോസ്റ്റഡ് സേമിയാണ് എടുത്തത്. എന്നെങ്കിലും ഒരു 2 to 3 minutes ഒക്കെ എന്തായാലും റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ പ്രൊസീജിയർ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യണം. 1 to 2 to 3 minutes നന്നായിട്ട് റോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പൊടിക്കാണ്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കരുത്. എന്തായാലും പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പഞ്ചസാര മിക്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതും ഒന്ന് മിക്സ് ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു പാത്രത്തിൽ ഞാൻ 1/2 ലിറ്റർ പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. അങ്ങനെ പാൽപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന പുഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്തുക. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് ഉണ്ടാക്കുന്നത്. അതിന് ഈ മെഷർമെൻറ്റ് കറക്റ്റാണ്. ഇപ്പം പാലൊക്കെ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും ഒരു പകുതിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും കണ്ടൻസ്ഡ് മിൽക്ക് സ്കിപ്പ് ചെയ്യരുത്. അതൊരു ഈ പാലിൻ്റെ മിക്സ്ചറിന് ഒരു റിച്ച് ടേസ്റ്റ് കൊടുക്കും. ഞാൻ കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം പഞ്ചസാരയൊക്കെ പാലിൽ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പാലിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഡയറക്റ്റായിട്ട് കോൺഫ്ലോർ എന്തായാലും പാലിൽ ആഡ് ചെയ്യരുത്. അത് കട്ട പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ മിക്സ്ചർ ആഡ് ചെയ്തതിന് ശേഷം കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്നും തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇപ്പം ഈ പാലിൻ്റെ മിക്സ്ചർ നന്നായിട്ട് തിളച്ചിട്ടുണ്ടോ.
ഇപ്പം ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്ലെയിം. ഇപ്പം കുറുകിയിട്ട് ജസ്റ്റ് ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുഡിംഗ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പുഡിംഗ് ട്രേയിലേക്ക് കുറച്ചും നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓൾറെഡി സേമിയ, പാൽപ്പൊടി, പഞ്ചസാര ഒക്കെ ഇട്ട് ഒരു മിക്സ്ചർ ചെയ്ത് വെച്ചിട്ടില്ലേ, ആ മിക്സാണ് ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ സെറ്റായിട്ടുണ്ടോ? ഇനിയിപ്പോൾ സെക്കൻഡ് ലെയർ ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ആക്കണം. സെക്കൻഡ് ലെയറിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ മിക്സില്ലേ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സെക്കൻഡ് ലെയർ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ തേർഡ് ലെയറായിട്ട് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സേമിയ മിക്സില്ലേ, അത് എഗെയിൻ അതിൻ്റെ മേലിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈസിയാന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റൊന്നും ഇല്ലയെന്ന് വിചാരിക്കരുത്, നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പുഡിങ്. ഇപ്പോൾ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫുള്ളായിട്ട് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിഷ്ടമുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. നന്നായിട്ട് ചില്ലായതിന് ശേഷം കഴിക്കുക. ഇതിപ്പം നല്ല കോൾഡ് ആയിട്ടുണ്ട്. ഇതൊരു ക്രീമി ടെക്സ്ചറിലുള്ള പുഡിംഗാണ്. ഇത് ഉണ്ടാക്കാനും ഈസിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.